നിജേഷ്, ഇതിലെ ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ രണ്ടാമത്തെ പേജിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രതി 13-ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവര് ശബരിമല ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും പരിപാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്രകാരമിരിക്കെ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും കട്ടിളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പുപാളിയും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച ശിവരൂപവും വ്യാളീരൂപവും അടങ്ങുന്ന 2 പ്രഭാമണ്ഡലപാളികളും അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീയതി പറഞ്ഞിട്ടുണ്ട്. 20-3-2009 പുറപ്പെടുവിച്ച പ്രൊസീഡിങ്സ് പ്രകാരം ഇളക്കിയെടുത്ത് സ്വകാര്യ വ്യക്തിയായ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറുന്നതിന് ദേവൻ്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന് അറിവുള്ള 13-ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് ആചാരലംഘനം ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താതെയും ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രിസ്ഥാനം വഹിക്കുന്ന 13-ാം പ്രതി തന്ത്രി ആ നിലയിൽ ദേവസ്വം ബോർഡ് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽപ്പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി വീഴ്ച വരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് മാത്രമല്ല, ഇങ്ങനെ അത് തടയേണ്ട, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ ഈ താന്ത്രിക വിധി പ്രകാരം ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ട തന്ത്രി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ രീതിയിൽ 19-ൽ അത് അവിടെ നിന്ന് അഴിച്ചു മാറ്റുമ്പോഴൊക്കെയും ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. ആ വിവരങ്ങളൊക്കെ അവിടെ നിന്ന് തെളിവുകൾ ശേഖരിച്ചുകൂടിയാണ് എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേകമായി പറയുന്നുമുണ്ട്. അങ്ങനെയാണ് ഈ വിവരങ്ങൾ വന്നിട്ടുള്ളത്. മാത്രമല്ല, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് പറയുന്ന മറ്റൊന്നുകൂടിയുണ്ട്. ഈ രൂപത്തിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. ഇതിലെ ഈ പറഞ്ഞ ദേവൻ്റെ അനുജ്ഞ അടക്കം വാങ്ങുന്ന ആചാരപരമായ കാര്യങ്ങളിൽ വലിയ വീഴ്ച വരുത്തി. മറ്റൊന്ന്, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, ഇപ്പോൾ മറ്റു പ്രതികളായിട്ടുള്ളവർ ഈ നടപടികളൊക്കെ ചെയ്യുമ്പോൾ, ബൈജുവും മറ്റുമൊക്കെ ഈ നടപടികളൊക്കെ ചെയ്യുമ്പോൾ ദേവസ്വം മഹസർ തയ്യാറാക്കിയ സമയത്ത് 4-ാം പ്രതി KS ബൈജു 18/5/2019 ദേവസ്വം മഹസർ തയ്യാറാക്കിയ സമയം, ഏതാണ് ഈ പാളികൾ അഴിച്ചുകൊണ്ടു പോകുന്ന സമയത്ത് ദേവസ്വം മഹസർ തയ്യാറാക്കിയ സമയം 13-ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് 1-ാം പ്രതി ഒത്താശ, അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു, 1-ാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി. അതുപ്രകാരം ഗൂഢാലോചനയിൽ പങ്കാളിയായി. അതുവഴി 1-ാം പ്രതി, 9-ാം പ്രതി, 10-ാം പ്രതി ഇവർക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാക്കുന്നത് ആയി വ്യക്തമായി അന്വേഷണത്തിൽ വെളിവായിട്ടുള്ളതാണ്. ആ രീതിയിൽ ഈ അന്വേഷണം പോകുന്നത് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. റിമാൻഡ് റിപ്പോർട്ടല്ല, ഇത് അറസ്റ്റ് റിപ്പോർട്ടാണ്. റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് റിമാൻഡ് ചെയ്തതിന് ശേഷം വരേണ്ടതാണ്. ഇപ്പോൾ കോടതിക്ക് മുമ്പിലാണ് ഈ പ്രതിയായിട്ടുള്ള തന്ത്രിയെ ഹാജരാക്കിയിട്ടുള്ളത്. അറസ്റ്റ് റിപ്പോർട്ടിൽ, അറസ്റ്റ് മെമ്മോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിജേഷ് ഞാൻ സൂചിപ്പിച്ചത്. ശബരിമല മോഷണ കേസിൽ ഇതുവരെ അറസ്റ്റിലായ ഓരോ പ്രതിക്കും അവരുടേതായ റോളുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. 1-ാം പ്രതി മുതൽ ഇന്ന് അറസ്റ്റിലായ 13-ാം പ്രതി വരെ അവരുടേതായ കുറ്റകൃത്യം ചെയ്ത ആളുകളാണ് എന്ന് പോലീസ് പറയുന്നു. ഇനി തെളിയിക്കപ്പെടേണ്ടത് കോടതിക്കകത്താണ്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ അവരുടേതായ റോൾ നിർവഹിച്ചു. ഇപ്പോൾ തന്ത്രി നിങ്ങൾ പറഞ്ഞത് പ്രകാരം ശബരിമലയ്ക്കകത്തുള്ള വളരെ നിർണായകമായ റോൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വം ഇതിൽ പങ്കാളിയാവുന്നു എന്ന് പറഞ്ഞാൽ ഭക്തർ അങ്ങേയറ്റം ഞെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഏൽപ്പിച്ച രാഷ്ട്രീയ നേതൃത്വം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ ചെയർമാൻമാർ ഈ തട്ടിപ്പിൽ പങ്കാളികളാണ് എന്ന് കേട്ടപ്പോൾ കേരളത്തിലെ ഭക്തർ മാത്രമല്ല രാഷ്ട്രീയ ലോകവും ഞെട്ടിത്തരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കൊള്ള സംഘം ഇതിനകത്ത് ശബരിമലയ്ക്കകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ എല്ലാവിധ സംരക്ഷണവും ഒരുക്കാൻ ആ കാലഘട്ടത്തിലെ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 13 വരെ പ്രതികൾക്കും ഒരേ പങ്കാളിത്തമുള്ള, അല്ലെങ്കിൽ കുറച്ചെങ്കിലും പങ്കാളിത്തമുള്ളതായിട്ടാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു പ്രതി 13 വന്നതുകൊണ്ട് 12 രക്ഷപ്പെടുമെന്നോ, 12 വരുന്നത് കൊണ്ട് 11 രക്ഷപ്പെടുമെന്നോ, 11 വരുന്നത് കൊണ്ട് 10 രക്ഷപ്പെടുമെന്നോ എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് തോന്നുന്നത്. ഇതിൽപ്പെട്ടിരിക്കുന്ന ഓരോ ആളുകളും പ്രതി പട്ടികയിലേക്ക് വരുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവർ ഇതിൽ പങ്കാളിയാണ് എന്ന്
കോടതിയിലേക്ക് നേരത്തെ പറഞ്ഞ അറസ്റ്റ് റിമാൻഡ് റിപ്പോർട്ടുകൾ വന്നപ്പോൾ അത് പത്മകുമാർ ആവട്ടെ, വാസു ആകട്ടെ, പിന്നീട് അറസ്റ്റാക്കപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ ആവട്ടെ, അവരൊക്കെ പോകുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ഞങ്ങൾ ഈ തെളിയിക്കുന്നത് വരെ അവരെയൊക്കെ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ പദവികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് കേൾക്കാനാണ് യഥാർത്ഥത്തിൽ കേരളം ആഗ്രഹിച്ചത്.